ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാതെ ആർക്ക് പറയാൻ പറ്റുമല്ലേ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിന് പോവാണ്. കാരണം അഭി വന്നതിന് ശേഷം എങ്ങും പോയില്ല. അപ്പോൾ അവൻ ഏകദേശം റെസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് നടുവൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നാ വിചാരിച്ചു ആലപ്പുഴ ബീച്ച് വരെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ട്വിസ്റ്റ്, ആലപ്പുഴയിൽ ലൈവായിട്ട് ക്രീം ബണ്ണ് കിട്ടുന്ന ഒരു കടയുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വാങ്ങി തരാമെന്ന് കുറേ നാളായിട്ട് എൻ്റെ പ്രിയതമനായ ഭർത്താവ് എനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ അത് സാധിച്ച് തരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് അത് സാധിച്ചു തരുമെന്ന് ഇപ്പം പറഞ്ഞിരിക്കുവാണ്. ഇന്ന് മേടിച്ച് തന്നിട്ടേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ക്രീം ബണ്ണ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. കഴിച്ചിട്ട് ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഞങ്ങൾ ഈ ചാനലിൽ കൂടെ പറയുകയും ചെയ്യാം. അപ്പം നമുക്ക് ക്രീം ബണ്ണും കഴിക്കാം, ആലപ്പുഴ ബീച്ചിൽ പോകാം. നെല്ല് വിളഞ്ഞു കിടക്കുന്നത് കണ്ടോ? നെൽപ്പാടം. അങ്ങനെ ബണ്ണ് കിട്ടുന്നിടത്ത് വന്നിരിക്കുവാണ്. അതാണ്ട് ആ കാണുന്നതാണ് ബണ്ണ് കിട്ടുന്ന കട. അപ്പൊ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ബണ്ണ് കിട്ടുമെന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പറയാം. ഇറങ്ങി ഇറങ്ങി ഏട്ടാപ്പൂ ഇറങ്ങ്. ഇവിടെ ഇട്ടാ പോരെ ഏട്ടാപ്പൂ? ഓക്കെ, അപ്പൊ നമുക്ക് ബണ്ണ് കിട്ടുമോന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, അമ്മയും ബണ്ണ് കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഞാൻ ഇറങ്ങാൻ വരുവാ. അടച്ചോ അമ്മ, ഞാൻ വന്നോളാം. ഫെയറസ്റ്റ് ബേക്കറി, സിവിൽ സ്റ്റേഷൻ വാർഡ്, ആലപ്പുഴ. ബണ്ണ് തിന്നാൻ പോകാൻ പാ. ആദ്യം നമ്മൾ 5 ക്രീം ബണ്ണ് മേടിക്കും അല്ലേ അഭിച്ച? അത് കഴിഞ്ഞ് ആദ്യം ബട്ടർ ബണ്ണ് മേടിക്കും, അത് കഴിഞ്ഞ് ക്രീം ബണ്ണ്, പിന്നെ പാഴ്സൽ. അമ്മ കണ്ണും കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. എന്നാ ഡോണറ്റ് വേണോ? എന്നാ വേണ്ടേ? കേക്കോ? ആരുടെ ബർത്ത്ഡേ? എന്നാ വേണ്ടേ? അതെ, കഴിച്ചിട്ട് പറയാം. അങ്ങനെ നമ്മൾ 5 പാഴ്സൽ എടുത്തേക്കാണ്. 2 പാഴ്സലാട്ടോ എടുക്കുന്നത്. അതായത് പാഴ്സൽ മേലെ തീരുമാനിച്ചു. അതാണ് നമ്മുടെ ക്രീം ബണ്ണും ബട്ടർ ബണ്ണും. അമ്മച്ചി ഭയങ്കര കരിപ്പിലാണ്. അപ്പം ഈ കഴിഞ്ഞ 22 ദിവസമായിട്ട് വീടിന് പുറത്തോട്ട് പോന്നിട്ടില്ല. ഇപ്പോഴാണ് പോകുന്നത്. എന്ത് തോന്നുന്നു? ഫ്രഷ് വായു, സുഖം. നടുവിന് എങ്ങനെയുണ്ട്? നടുവിന് എങ്ങനെയുണ്ട്? അതെ, എന്നിട്ട് പറയാം. വേണ്ട, അച്ഛൻ എരുമേലി പോകേണ്ട അച്ഛനെയാണ് നമ്മളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്, അതപ്പോൾ പറയാം അല്ലേ അച്ഛാ? ബട്ടർ ബണ്ണും ക്രീം ബണ്ണും മേടിച്ചിട്ടുണ്ട്. ഇപ്പം കഴിക്കുന്നില്ല. ബീച്ചിൽ ചെന്ന് ഇരുന്നിട്ട് സമാധാനത്തോടു കൂടി എല്ലാവർക്കും കഴിക്കാം. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടകളിൽ പോയി മേടിക്കാം. അപ്പം നമുക്ക് ബീച്ചിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇനി ആലപ്പുഴ ബീച്ചിൽ വന്നു. പക്ഷേങ്കിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ബീച്ചും കാണണ്ട, ബണ്ണും കഴിക്കണ്ട. അമ്മയുടെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബൊഗൈൻ വില്ല, ഇതിൻ്റെ കമ്പ് വേണം. ആലപ്പുഴ ബീച്ചിൽ നിൽക്കുന്ന ബൊഗൈൻ വില്ലയുടെ കമ്പ് വേണം. മറുപടി ഞാൻ പറയണോ നിങ്ങൾ പറയണോ? കമ്പൊടിക്കുമെന്ന് വാശിയുമായി അമ്മ. പക്ഷേ പറയുന്നത് തെറ്റില്ല, നല്ല രസമുണ്ട്. കണ്ടോ, അതൊരു മരം പോലെ പടർന്നു നിൽക്കുക. അടിപൊളിയാ. കേശുക്കുട്ടി നടക്കുന്നു. അച്ഛ കൈ പിടിച്ച് നടക്കുന്ന കേശുക്കുട്ടി. ഷൂ മേടിത്തോണ്ട് വരണ്ടായിരുന്നു അല്ലേ അമ്മേ? കൈ വിട്ടേ പയ്യേ. അമ്മച്ചിയുടെ അടുത്തോട്ടാ പോകുന്നത്. എന്താ ഏട്ടാ ഞാൻ നടക്കുന്നത് കണ്ടിട്ടില്ലേന്ന്? ഓ, അവൻ്റെ സന്തോഷം കണ്ടു. ഇതിൽ പര സന്തോഷം എന്ത് വേണം? കൊണ്ടേം കുത്തി
എന്താടാ? ആ അതാണ്ട് അതിന്റെ മണ്ടയ്ക്കൂടെ ആള് കയറി പോകുന്നതായിരിക്കും. പാരച്യൂട്ട് എങ്ങനെ അഭിച്ച ഒരു ട്രൈ ഇല്ല. ഏടാ കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രമേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. തന്നെ നടക്കുന്ന തന്നെ ആണ്ടിരിക്കും. എടുക്കേട്ടാ പോ. ഇത് ക്രീം ബണ്ണാണോ? ബട്ടർ ബണ്ണാ. ബട്ടർ ബണ്ണ് ആദ്യം കഴിച്ചോക്കാം. ബട്ടർ അല്ലാതെ ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ. ബട്ടർ ബണ്ണ് ആദ്യം വെക്കാം. ബട്ടർ ബണ്ണേ വേണ്ട. അടുത്ത ക്രീം ബണ്ണ് എടുക്കാം. ഞാനും ഏട്ടപ്പും കൂടെ ആകട്ടെ ക്രീം ബണ്ണ്. ഇതിന്റെ ഫോണിൽ കാണാം. എനിക്ക് ബട്ടർ ബണ്ണിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ക്രീം ബണ്ണാണ്. അല്ലേ? ബട്ടർ ബണ്ണ് നല്ലതായിരുന്നു. ബട്ടർ ബണ്ണ് ഒരു പാലിന്റെ രുചിയാണ് അല്ലേ? ബട്ടർ ബണ്ണ് നല്ലൊരു പാലിന്റെ രുചിയാണ്. പറയാണെന്നൊരു അഭിപ്രായം പറയൂ. ഞാനത് സ്ഥിരമല്ല, ഇവിടെ വരുമ്പോൾ കഴിക്കാറുള്ള. ഇവിടെ ഇതൊന്നുമില്ല, ഗൂഗിൾ പേ ഒന്നുമില്ല. ചൊവ്വാഴ്ച ദിവസം ഇവിടെ റൂട്ടിൽ വരുമ്പോൾ ഇവിടെ ഈ കടയിൽ ഇതൊന്നുമില്ല, ഗൂഗിൾ പേ ഇല്ല. ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിനകത്തുള്ളൊരു കടയാണ്. റെഡി ക്യാഷേ ഉള്ളൂ, ലിക്വിഡ് ക്യാഷ് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേയുടെ ഒരു പരിപാടി ഒന്നും അവിടെ ഇല്ല. അപ്പോൾ കാശുമായിട്ട് വന്നു കഴിഞ്ഞാൽ മേടിക്കും. സൂപ്പർ സാധനമാണ്. ഇങ്ങനെ കേശു ആദ്യമായിട്ട് കടലിൻ്റെ തീരത്തൂടെ നടക്കുവാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നടക്കുമല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അവനെ എടുക്കുമായിരുന്നു, എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്ഡേറ്റഡ്. സന്ധ്യയ്ക്ക് കടലിൽ വരുമ്പോൾ ഒരു തണുപ്പും കാറ്റും ഒക്കെ അല്ലേ? പനി ഉണ്ടെങ്കിൽ കടി കിട്ടും. കടലമ്മേ ഓടി വായോ, നമ്മുടെ കേശുവിൻ്റെ കാല് നനയ്ക്കോ. കടലമ്മ നോക്കിയിരിക്കുന്ന കേശു. അയ്യോ അങ്ങ് പോകാൻ പറ്റത്തില്ല, വേണ്ട. കടലമ്മ വരാനായിട്ട് കേശു വെയിറ്റ് ചെയ്യുക. കടലമ്മ പക്ഷെ മാത്രം വരുന്നില്ല. കടലമ്മേ ഓടി വായോ, നമ്മുടെ കേശു. പാരച്യൂട്ട് ഗായ്സ്, പാരച്യൂട്ട് കണ്ടോ? വെട്ടമില്ല, വെട്ടം പോയി തുടങ്ങി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബീച്ചിലൊക്കെ പോയിട്ട് ഞങ്ങൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി. അച്ഛനെ എരുമേലിയിലേക്ക് കൊണ്ടുവിടാൻ പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, എരുമേലി പോകട്ടെ അച്ഛനെയാണ് നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അച്ഛൻ്റെ പണി സൈറ്റിൽ നിന്ന് വിളിച്ചു, വരണം, നാളെ അത്യാവശ്യം വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാത്രിയിൽ എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ അച്ഛനെ കൊണ്ടുവിടാമെന്ന് തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ പോയി. പൊന്തൻപുഴ വനം ആകുന്നതിന് മുമ്പ് പൊന്തൻപുഴ വനത്തിൽ കൂടെ കടന്ന് വേണം നമ്മൾ എരുമേലിയിലേക്ക് പോകാൻ, അച്ഛൻ്റെ വർക്ക് സൈറ്റിൽ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുമ്പുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്, എരുമേലിയിൽ. അച്ഛൻ്റെ സൈറ്റ് അവിടെയാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പൊന്തൻപുഴ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പൊന്തൻപുഴ വനം ആകുന്നതിന് മുമ്പ് എനിക്കൊന്ന് മണിമലയൊക്കെ കഴിഞ്ഞ് ആ റൂട്ടോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് പണി വന്ന് കത്തുന്നില്ല.
അതായത് ഫോഗ് ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ ഷോ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞയും നീലയും കൂടെ കളറിൽ, അതും കത്തുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കത്തുന്നില്ല. ആകെ ടെൻഷനായി. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടമൊക്കെ അത്യാവശ്യം ലിമിറ്റഡ് ആണ്, വലിയ വെട്ടമൊന്നുമുള്ള ഏരിയ അല്ല. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ 2-3 സ്ഥലത്ത് നിർത്തി. എന്നാൽ പിന്നെ അച്ഛനൊന്നും കഴിച്ചിട്ടുമില്ലായിരുന്നു. നമ്മൾ ചെറിയ കടിയൊക്കെ ബീച്ചിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങി കഴിച്ച് അച്ഛനും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കാന്താരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിർത്തി. അവിടെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുടെ നമ്പരൊക്കെ തന്നു. ഈ വണ്ടിയുടെ ബാറ്ററി കടയുടെയും അങ്ങനെയുള്ളവരുടെയൊക്കെ അവിടെ അടുത്ത് ചെയ്യുന്ന ആൾക്കാരുടെ, ഈ ലൈറ്റിൻ്റെ നോക്കുന്നവരുടെ. പക്ഷേ എല്ലാവരും രാത്രി ആയതുകൊണ്ടും വരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടും അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അവർ കുറേ ശ്രമിച്ചു, ഏട്ടാപ്പ് കുറേ ശ്രമിച്ചു, ബോണറ്റൊക്കെ തുറന്ന് വെച്ച് ഏട്ടപ്പിനെ കൊണ്ട് അവയാൻ രീതിയിലൊക്കെ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി വേറൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാന്താരിന്നൊന്നും കഴിച്ചില്ല, കാരണം അവിടെ അൽഫാമും കുഴിമന്തിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്നും താല്പര്യമില്ലായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. അവിടെ ചെന്ന് വേറൊരു ഹോട്ടലിൻ്റെ വാതിക്കൽ എന്നിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെ കഴിക്കാൻ വേണ്ടി കയറി. ഏട്ടനും വേണ്ട, അബിക്കും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ബീച്ചിൻ്റെ അവിടെ നിന്ന് ബജ്ജിയൊക്കെ കഴിച്ച് അവരുടെ വയറ് ഏകദേശം ഫുള്ളായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും പനിക്കോളും പോലെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും കഴിക്കാൻ വേണമെന്നില്ല. പിന്നെ അച്ഛനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 നെയ്റോസ്റ്റൊക്കെ പറഞ്ഞിട്ട് കട്ടൻ കാപ്പിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ചായയുമില്ല. അപ്പോൾ കട്ടൻ കാപ്പിയും പറഞ്ഞിട്ടിരുന്നു. ആ സമയത്ത് ഏട്ടാപ്പ് ബോണ്ട് തുറന്ന് വെച്ചിട്ട് ഭയങ്കര ആയിട്ട് ശ്രമിക്കുക എങ്ങനെയെങ്കിലും ഈ ലൈറ്റ് ഒന്ന് കത്തിക്കാൻ, എന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോകുമ്പം വനത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ശരിയായില്ല. അപ്പോൾ അവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറേ വന്നു. അതിൽ ഒരാൾ മെക്കാനിക്കായിരുന്നു. ആ പുള്ളി കുറേ ശ്രമിച്ചു. അവരുടെ വണ്ടിക്കകത്ത് ടൂൾസൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് വന്ന് ശ്രമിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെയും ശരിയായില്ല. അപ്പോൾ ഉള്ള ഫോഗ് ലൈറ്റും ഉള്ള ഷോ ലൈറ്റും വെച്ചുകൊണ്ട് ഞങ്ങൾ പൊന്തൻപുഴ വനം കൂടെ പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പാനിക്കായിരുന്നു, നമുക്കത്രയും ടെൻഷനായിരുന്നു. ഇങ്ങനെ വണ്ടിക്ക് ലൈറ്റില്ലാതെ നമ്മൾ പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ഭയങ്കര ഒരു ഫാമിലിയായിട്ട് പോകുമ്പോൾ, ഇത്രയും ദൂരത്ത് പോകുമ്പോൾ, രാത്രിയിൽ പോകുമ്പോൾ, അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അച്ഛൻ്റെ പണി സൈറ്റിൽ ചെന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോ ലൈറ്റ് ഫോഗ് ലൈറ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്കും നമ്മളെതിരെ വരുന്നവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമ്മളിങ്ങനെ ലൈറ്റ് ഇട്ടേക്കുന്നത്, നമ്മളുള്ള വിട്ടം പോകാനാണ്. അവരാരും നമുക്ക് ഡിമ്മടിച്ച് തന്നില്ല. കാരണം അവർക്കറിയത്തില്ല, അവർ വിചാരിച്ചാൽ നമ്മൾ ഷോ കാണിച്ച് പോവുകയാണെന്ന് വിചാരിച്ച് കാണും. അവരെല്ലാവരും ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ഇട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ച് അറിയാം, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ ബ്രൈറ്റ് ഓണാക്കിയിട്ട് ഡിമ്മടിച്ച് തരാതെ രാത്രിയിൽ വണ്ടി ഓടിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചില വാഹനങ്ങളുടെയൊക്കെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ലൈറ്റ്, വൈറ്റ് കളർ ലൈറ്റ്, ഈ യെല്ലോ ഷെയ്ഡുള്ള ലൈറ്റിന് അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വൈറ്റ് കളർ ലൈറ്റ്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വേട്ടം പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മനുഷ്യ, എൻ്റെ ദൈവമേ, എൻ്റെ ഗുരുവായൂരപ്പ, എന്നാ ഒരു വേട്ടമാണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ വെട്ടം ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയി ഞങ്ങൾ അച്ഛൻ്റെ പണി സൈറ്റിൽ ചെന്ന്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ബായി, അവിടെ കൂടെ അച്ഛനോടെ വർക്ക് ചെയ്യുന്ന ബായി ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. അങ്ങനെ അച്ഛനെ അവിടെ സെറ്റൊക്കെ ഏട്ടപ്പ് പറഞ്ഞു, ഒന്നും കൂടെ നോക്കാം, ലാസ്റ്റ് കൈ തിരിച്ചും പോരേണ്ടതല്ലേ. അപ്പോൾ അച്ഛനും പേടി, തിരിച്ചു പോരുമ്പം അച്ഛനില്ലല്ലോ, അച്ഛനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ തന്നെയല്ലേ പോരുന്നത്. അപ്പം അച്ഛനും ഒരു സമാധാനക്കേട്. അച്ഛൻ പറഞ്ഞു, ഒന്നും കൂടെ നോക്ക്, എങ്ങനെയും ശരിയാക്കാം. അമ്മ ഭഗവാനെ വിളിക്കുന്നു, ഞാനും പറഞ്ഞു ശരിയായാൽ മതിയായിരുന്നു. അങ്ങോട്ട് പോകുന്ന പോലെ അല്ലല്ലോ, തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഏറെ രാത്രിയാകും. അങ്ങോട്ട് വരുമ്പോൾ പിന്നെ അത്രയും ഇരുട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴങ്ങനെയല്ലല്ലോ, കുറേ കൂടെ ഇരുട്ടുമല്ലോ എന്നുള്ള വഴിയിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലും ആരും അറിയാൻ തക്ക രീതിയിലുള്ള ഒരു ഏരിയ അല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. കുറേ അധികം കൊള്ളക്കാരും അങ്ങനെയൊക്കെയുള്ള മീൻസ് പിടിച്ചുപറി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലവും കൂടിയാണ് ഈ പൊന്തൻപുഴ വനമായ ഏരിയ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണ്ടായിരിക്കാം, ഇപ്പോൾ ഉണ്ടോയെന്നും അറിയത്തില്ല, പക്ഷെ ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചായിട്ടപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അച്ഛനപ്പോൾ അവിടുന്ന് 2-3 സ്പാനറും അതും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു, അച്ഛൻ്റെ പണിസൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒന്ന് ശ്രമിച്ചു. എന്തോ ദൈവഭാഗ്യത്തിന് ആ സമയത്ത് അത് ശരിയായി.
ലൈറ്റ് കത്തി. അത്രയും നേരം ആ മെക്കാനിക്ക് ട്രൈ ചെയ്ത് നോക്കി, ആ കാന്താര റെസ്റ്റോറൻറ്റ് അവിടെ കണ്ട ചെറുക്കന്മാർ ശ്രമിച്ചു നോക്കി, ഏട്ടാപ്പൂ ശ്രമിച്ചു നോക്കി, അച്ഛൻ നോക്കി, അബി നോക്കി, എന്നിട്ടൊന്നും ശരിയാവാത്ത ആ ലൈറ്റ് അവിടെ വെച്ച് ശരിയായി. തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളങ്ങനെ ലൈറ്റ് ശരിയായി പന്തൻപുഴ വനം കഴിഞ്ഞു ഓരാറാമതിന് ഒരു വണ്ടി ഒരു പോസ്റ്റിനിട്ട് ഇടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളത് കണ്ടു. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളത് കണ്ടില്ല. പിന്നെ വന്ന വഴിക്ക് വണ്ടി ഇടിച്ചു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ടെൻഷൻ വണ്ടി സ്ലോ ആക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ വണ്ടി സ്ലോ ആക്കി അതിനകത്ത് ആരെയും കണ്ടില്ല, ആളുകളെ ആരെയും കണ്ടില്ല. സപ്പോസ് നേരത്തെ ഇടിച്ചതായിരിക്കാം. അങ്ങോട്ട് പോയ വഴിക്ക് ഞങ്ങൾ നമ്മുടെ ഈ ടെൻഷൻ കാരണം നമ്മൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് കാണാഞ്ഞതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായിപ്പോൾ ഇനി ആരെങ്കിലും ഈ രാത്രിയിൽ ഇതുപോലെ വന്നിട്ട് എങ്ങാനും വല്ല പോസ്റ്റിൽ ഇടിച്ച് കയറിയതാണോ എന്ന് ടെൻഷനായിട്ട് ഞങ്ങൾ സ്ലോ ചെയ്ത് നോക്കി. പക്ഷേ അതിൽ ആ വാഹനത്തിൽ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം മനസ്സിലായി അത് നേരത്തെ ഇടിച്ച് കിടന്നിരുന്നതാണ്. അപ്പം അതൊക്കെ കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ പേടിയായി, പോസ്റ്റിൽ ഇടിച്ച് കയറിയിരുന്നു. അപ്പം നമ്മൾ സൂക്ഷിച്ചു പോന്നു. പൊന്തൻപുഴ വനം കഴിഞ്ഞ് ഇറങ്ങി മണിമലയും കഴിഞ്ഞ് പത്തനാട് ഒക്കെ ആകാറായപ്പോഴത്തേക്കിനും ലൈറ്റ് പിന്നെയും പോയി. അത്രയും നേരം സെറ്റപ്പായിരുന്നു ലൈറ്റായിരുന്നു. അത്രയും നേരം ലൈറ്റ് കത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ലൈറ്റ് പിന്നെയും പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം ഒരു 12:45 വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അത്രയും സമയത്തെ ഒരു വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷനും ആ സമയത്ത് അനുഭവിച്ച ഒരു പേടി. കുഞ്ഞുണ്ട്, ഫാമിലിയായിട്ട് പോകുന്നു, അറിയാൻ മേലാത്ത സ്ഥലം, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതെ പോകുന്നു എല്ലാവരും കൂടെ. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് നമുക്ക് പിന്നെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഒരു ഇതിൽ കൂടെയാണ് ആ ഒരു സന്തോഷപ്രദമായിട്ട് നമ്മളിവിടുന്ന് പോയിട്ട് കുറച്ചേറെ ടെൻഷൻ അടിച്ച് വട്ടായി. അവസാനം നമ്മൾ ദൈവം അനുഗ്രഹിച്ച് ലൈറ്റ് ശരിയായി. പിന്നെ കൂളായിട്ട് പിന്നെ ലൈറ്റ് പോയി. പക്ഷേ ലൈറ്റ് പോയത് ഞങ്ങളാരും അറിഞ്ഞില്ല, ഏട്ടാപ്പൂ ആരോടും പറഞ്ഞുമില്ല, അബിയും പറഞ്ഞില്ല. അവർക്ക് ഫ്രണ്ടിൽ ഇരുന്നവർക്കേ മനസ്സിലായുള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ഇങ്ങോട്ട് വന്ന വഴിക്ക് ലൈറ്റ് ശരിയായല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഉറങ്ങിയിച്ചിരുന്നേരം, അമ്മ ഉറങ്ങിയിച്ചിരുന്നേരം. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു മടി കിടന്നിട്ട്. പക്ഷെ അവർ പറഞ്ഞില്ല നമ്മളോട്. നമ്മൾ പാനിക്കാവുമെന്ന് വിചാരിച്ചായിരിക്കും, വീണ്ടും ടെൻഷൻ ആയാലോ എന്ന് ഓർത്തായിരിക്കും പറഞ്ഞില്ല. സമാധാനത്തോടു കൂടി വീട്ടിൽ വരാറാകാറായി. ഇപ്പോൾ ചെത്തിപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടപ്പോൾ പറഞ്ഞു ലൈറ്റ് ഇല്ല കേട്ടോ, ലൈറ്റ് നേരത്തെ പോയായിരുന്നെന്ന്. അപ്പോഴാണ് പിന്നെയും നമുക്ക് ടെൻഷൻ ആയത്. പിന്നെ നമുക്കറിയാവുന്ന സ്ഥലവും നമ്മുടെ നാടും നമ്മുടെ റോഡും ആയപ്പോഴത്തേക്കിനും പിന്നെ കുറച്ചും കൂടെ ധൈര്യമായി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത് നിങ്ങളോടുകൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. പിന്നെ ഒന്നുകൂടെ പറയാമല്ലോ, ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഞാൻ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാനും ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ ഫീൽ ചെയ്തതാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഈ ബ്രൈറ്റ് ഇടുന്നതിനെ പറ്റിയും പൊന്തൻപുഴ വനത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ഭയം. ഞങ്ങൾ ആ ഏരിയയിലുള്ളവരല്ല, ആ ഏരിയയിലേക്ക് പുതുതായിട്ട് അവിടെ ഒരു വന്നതാണ്, ആ ഏരിയ വഴി വന്നതാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ പറ്റിയോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അത്ര ബ്രീഫായിട്ട് നമുക്കറിയത്തില്ല. നമുക്ക് കേട്ടറിവൊക്കെ ഉള്ളൂ, കണ്ടുള്ള അറിവോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ കേട്ടറിവാണ് നമ്മളെ പല കാര്യങ്ങളിലും ഭയത്തിലേക്കും അല്ലെങ്കിൽ പല വിശ്വാസങ്ങളിലേക്കും പല കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതുപോലെയാണ് ഭയം. ഓരോരുത്തർ പറഞ്ഞ് അവിടെ അതുണ്ടോ അതുണ്ടെന്നൊക്കെ പറയുന്ന ഭയം, ആ ഭയമാണ്. പുലിയുണ്ട്, ആനയുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പം അവിടെ ഇല്ലായിരിക്കാം, പക്ഷേ ആരെങ്കിലുമൊക്കെ പറയുമ്പം അതുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമുക്കുള്ളിലുണ്ടാകുന്ന ഒരു പേടി, ആ പേടി കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതിനെ ആരും ഇനി ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് വരരുത്. അത് ആ ഒരു ഭയമുണ്ടായ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.